ഗൈസ് നമുക്ക് അവക്കാഡോ ഷേക്ക് ഉണ്ടാക്കാം. ഈ ഒരു ഫ്രൂട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതെ, അവക്കാഡോ. ഇതമ്മ മേടിച്ചുകൊണ്ട് വരുമ്പോൾ 3 ഉണ്ടായിരുന്നു കേട്ടോ. 2 ഞങ്ങൾ അന്തസ്സായിട്ട് ചീച്ചു കളഞ്ഞു. വേറൊന്നും കൊണ്ടല്ല, ഇതാരും ഇവിടെ ഇങ്ങനെ വെറുതെ കഴിക്കാറില്ല. കഴിക്കണവരുണ്ടാവും, പക്ഷെ ഇവിടെ കഴിക്കാറില്ല. ഈ 3ാമത്തെ അവക്കാഡോ ആണെങ്കിൽ പഴുത്ത് ആകെ സീനായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. നല്ല വലിപ്പമുണ്ട് കാണാൻ. ആളെ ആരോ കഴിക്കാൻ നോക്കിയിട്ട് പറ്റാണ്ട് പകുതിക്കിട്ടിട്ട് പോയതായിരുന്നു. പിന്നെ ഞാനത് ക്ലീൻ ചെയ്തെടുത്ത് വേഗം തന്നെ ഷെയ്ക്ക് ആക്കാന്ന് കരുതി. സാധാരണ വാങ്ങണേൽ നല്ല വലിയ സീഡാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നി, ഇത് നട്ട് കഴിഞ്ഞാൽ മുളയ്ക്കാതെ ഇപ്പം എങ്ങോട്ട് പോകാനാ? എന്തായാലും മുളപ്പിച്ച് നോക്കാമെന്ന് ഞാനും കരുതി. ഇനി നമ്മുടെ ഷേക്കിലേക്ക് കിടക്കാം. കട്ടയായ പാലെടുക്കുക. പിന്നെ നമ്മുടെ അവക്കാഡോ കട്ട് ചെയ്തിട്ടു. അതിന് കൂടെ നല്ല രീതിയിൽ കുറച്ച് ഹണി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഈ ചവർപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. മാക്സിമം തൊലി പോകാതെ നോക്കണം അതിലേക്ക്. പിന്നെ ഈ കട്ടപ്പാൽ അടിച്ച് നമ്മൾ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹണി വേണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ജസ്റ്റ് നന്നായിട്ടൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ വെണ്ണ പോലെ തെരഞ്ഞു കിട്ടും. അതുകൊണ്ടായിരിക്കും ഇതിന് ബട്ടർ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എന്താ, ജസ്റ്റ് സെർവ് ചെയ്ത് കഴിക്കാം. അടിപൊളിയാട്ടോ.